ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബീട്രൂട്ടും വൻപയറും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരുപാട് ഗുണവും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തോരനാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് വൻപയർ വേവിച്ചതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി 1/2 മുറി തേങ്ങ ചിരകിയതും 2 പച്ചമുളകും 2 വെളുത്തുള്ളിയും 5 ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങയും പച്ചമുളകും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് അരച്ചെടുത്തിട്ട് വരാമേ. എല്ലാം കൂടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നന്നായി അങ്ങ് അരഞ്ഞു പോരുത് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ചുമന്നുള്ളി അരിഞ്ഞു വെച്ചതും 2 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് നന്നായിട്ട് വഴറ്റണേ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വരുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി വേവിച്ചു വെച്ച വൻപയറിട്ട് നന്നായിട്ട് ഇളക്കണേ. ഇനി അരച്ചു വെച്ച അരപ്പിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു 2 മിനിറ്റ് മൂടി വെച്ചാൽ മതിയാവുമേ. ബീട്രൂട്ടും വൻപയറും ഒക്കെ വെന്തതാണല്ലോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി റെസിപ്പി ആണല്ലോ. ബീട്രൂട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.